മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണീശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിലെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് സമാധാനം നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ ദേവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആടുവിൽപ്പനയും നാണയമാറ്റവും അങ്ങനെ പല വിധത്തിലുള്ള കച്ചവടങ്ങൾ കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു ചാട്ടവാറുണ്ടാക്കി അവരെല്ലാം അടിച്ചു പുറത്താക്കിയിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദേവാലയത്തിൽ നിന്നും അകറ്റിക്കളയണം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? ദേവാലയവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? നമ്മൾ ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ, ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു വാണിജ്യ വ്യാപാര മനോഭാവവുമായിട്ടാണോ നമ്മൾ കടന്നു ചെല്ലുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം. കൊടുക്കൽ വാങ്ങലുകളാണ് പലപ്പോഴും നമുക്കുള്ളത്. പ്രാർത്ഥിച്ചാൽ എനിക്ക് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറണം, പ്രാർത്ഥിച്ചാൽ എനിക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകണം, ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എനിക്ക് അത്ഭുതം, ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യം, ഞാൻ ബലിയർപ്പിക്കുന്നു അതുകൊണ്ട് വിദേശയാത്ര, ഇങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിലേക്കാണ് പലപ്പോഴും നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് ദൈവത്തിൻ്റെ കോപം ഉയരുവാനായിട്ട് ഇടയാകുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ദേവാലയത്തിലേക്ക് കയറി ചെല്ലുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനായിരിക്കണം. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കാണ് ദേവാലയ പ്രവേശനം നമ്മളെ നയിക്കേണ്ടത് എന്നും ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളും നമ്മെ നയിക്കേണ്ടത് എന്നും ഈശോനാഥൻ വ്യക്തമായിട്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നാം ആകുന്ന ദേവാലയം, നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കണം. ദൈവത്തിൻ്റെ ആലയങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്തതൊന്നും പാടില്ല എന്നുള്ളതാണ്. തെറ്റായ ബന്ധങ്ങൾ, ജഡികമായ അഭിലാഷങ്ങൾ, പാപ സാഹചര്യങ്ങൾ, പാപത്തിൻ്റെതായ പ്രവർത്തികൾ, തിന്മയുമായിട്ടുള്ള കൂട്ടുകൂടൽ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ദൈവത്തിന് വസിക്കാനായിട്ട് സാധ്യമല്ലാത്ത രീതിയിൽ വെച്ചിരിക്കുന്ന ഒരു ആലയമായിട്ട് നമ്മുടെ ശരീരം മാറുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് വസിക്കേണ്ട ദൈവത്തിൻ്റെ ആലയങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന്, അത് വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് കാണണം. അവിടെ തെറ്റായ ബന്ധങ്ങളോ അശുദ്ധിയുടെ ലക്ഷണങ്ങളോ പാപവുമായിട്ട് കൂട്ടുചേരലോ പിശാചുമായിട്ടുള്ള ബന്ധങ്ങളോ പാടില്ല. അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ ഈശോനാഥൻ പറയുകയാണ്, ഈ ദേവാലയം നിങ്ങൾ പൊളിച്ചു കളയുക, 3 ദിവസത്തിനുള്ളിൽ ഞാനത് പണിതുയർത്തും. പഴയത് കളഞ്ഞെങ്കിലേ പുതിയത് കടന്നു വരികയുള്ളൂ. പഴയ മനുഷ്യനെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ഉരിഞ്ഞു മാറ്റണം. പുതിയ മനുഷ്യനെ നീ ധരിക്കണം. പുതിയതാവുക. കൃപ നിന്നിലേക്ക് ഒഴുകും. അനുഗ്രഹം നിനക്ക് ലഭിക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അധ്വാനങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഒരു നല്ല ജീവിതം ഈ ദിവസം നയിക്കുവാനുള്ള കൃപ ഈശോയെ നൽകണമേ എന്ന് അപേക്ഷിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ കെട്ടുകളെയും തടസ്സങ്ങളെയും ശാപങ്ങളെയും ദുരിതങ്ങളെയും ദിവ്യകാരുണ്യത്താൽ ഇവരിൽ നിന്ന് ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഈശോയെ, പുതിയ ഒരാഴ്ചയിൽ ആയിരിക്കുന്ന ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ആഴ്ചയിൽ ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും ഇവർക്ക് കൃപ ലഭിക്കട്ടെ.
ഈ ആഴ്ചയിൽ ഇവരുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.